എല്ലാവർക്കും കോഡ് അക്കാഡമി ലേണിങ്ങിൻ്റെ അടുത്ത പൈത്തൺ സെഷൻ 4ലേക്ക് സ്വാഗതം. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇഫ് കണ്ടീഷൻ എന്താണ്, ഫോർ എന്താണ്, ലൂപ്പുകൾ എന്താണ്, എങ്ങനെയാണ് ട്രൈ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫങ്ഷൻസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണെന്ന് പൈത്തണിൽ എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള കുറച്ച് എന്താ പറയുക കോഡ് ബ്ലോക്സുകളും പിന്നെ അതിനനുബന്ധമായിട്ടുള്ള കുറച്ച് പൈത്തണിലുള്ള കുറച്ച് സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളും പിന്നെ മൊഡ്യൂൾസ് എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ശരിക്കും ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ? ഒരു കോഡ് ബ്ലോക്കിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുന്ന ഒരു സ്ട്രക്ചറാണ് ശരിക്കും പറഞ്ഞാൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കോഡിൻ്റെ മോഡുലാരിറ്റി കൂട്ടും. അത് ഒരേ സെക്ഷൻ ഓഫ് കോഡ് എപ്പോഴും കോഡിൽ നമ്മളെ ഒരേപോലത്തെ കോഡ് എപ്പോഴും നമ്മുടെ കോഡിൽ ഇങ്ങനെ റിപ്പീറ്റഡ്ലി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അത്ര നല്ലൊരു കോഡിങ് പ്രാക്ടീസ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് നമുക്കൊരു ഫംഗ്ഷനാക്കി എഴുതിയിട്ട് ആ ഒരു ഫംഗ്ഷനെ മാത്രം നമ്മൾക്ക് എപ്പോഴും കോൾ ചെയ്താൽ മതി. ഇതിനാണ് പൊതുവായിട്ട് എല്ലാ ലാംഗ്വേജിലും നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പൈത്തണിൽ എങ്ങനെ ഫംഗ്ഷൻ എഴുതാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കീവേഡ് ഉണ്ട്, ഡെഫ് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് ഉണ്ട്. ഡെഫ് എന്ന് പറഞ്ഞാലാണ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെഫ് ഉപയോഗിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫംഗ്ഷൻ്റെ നെയിം എഴുതാം ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ ഫംഗ്ഷൻ നെയിം തന്നെയാണ് കൊടുത്തത്. ഇനി നമുക്ക് ഒരു ബ്രാക്കറ്റ് കൊടുക്കും, എൻ്റർ അടിക്കാം. ഓക്കെ, അപ്പോൾ ഇതിലും ഇൻഡൻറ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. പൈത്തണിലെല്ലാം ഇൻഡൻറ്റേഷൻ വെച്ചിട്ടാണ് എഴുതേണ്ടത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രിൻ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക്, അതായത് ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യണം അല്ലേ. അപ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്യാന്ന് വെച്ചാൽ _ നെയിമിനെ നമ്മൾ കോൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടോ ഇൻ ഫംഗ്ഷൻ എന്നുള്ളത് കോളായി. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നമുക്ക് ഫംഗ്ഷന് ഒരു ജസ്റ്റ് ഒരു ടാഗ് കൊടുക്കാൻ പറ്റും നമ്മളുടെ. അതായത് നമ്മൾ ജസ്റ്റ് ഫംഗ്ഷൻ്റെ മുകളിലൊരു സ്ട്രിങ് ആയിട്ട് ദിസ് ഈസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇത് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ എററൊന്നുമില്ല. നമ്മൾ വെറുതെ ഒരു സ്ട്രിങ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുത്തതെന്ന് വെച്ചാൽ എററൊന്നുമില്ല. ഇതെന്താ സിഗ്നിഫൈ ചെയ്യാന്ന് വെച്ചാൽ കണ്ടോ, അതായത് നമ്മൾ സാധാരണ രീതിയിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇൻബിൽട്ട് ആയിട്ടുള്ള പൈത്തണിൻ്റെ മൊഡ്യൂൾസോ അല്ലെങ്കിൽ ഫങ്ഷൻസോ ഒക്കെ നമ്മൾ ഹെൽപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ അതെന്താ ചെയ്യുന്നത്, അതിൻ്റെ ആർഗ്യുമെൻ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മൾ ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ഓഫ് നമ്മുടെ ഈ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വരുന്നതാണ് എന്ത്, അതായത് ഫംഗ്ഷൻ നെയിമാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്. ദിസ് ഈസ് അവർ ഫംഗ്ഷൻ നമ്മളിവിടെ സ്ട്രിങ് ആയിട്ട് കൊടുത്തു അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് നമുക്കെന്ത് ഈ ഒരു സ്ട്രിങ് നമ്മളിവിടെ എഴുതുക. കണ്ടോ, ഇത് നമ്മൾ ഷെല്ലിൽ ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് നമ്മൾ ഷെല്ലിൽ ഇപ്പോൾ ഹെൽപ്പ് ഓഫ് ഈ ഫംഗ്ഷൻ നെയിം വിളിച്ചാലും നമുക്കെന്താവും, നമുക്കിത് പ്രിൻ്റ് ആവും നമുക്ക്. ഓക്കെ, നമുക്കിനി ഫംഗ്ഷനിൽ എങ്ങനെ നമ്മൾ ആർഗ്യുമെൻ്റ് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്താണ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്, അതിനാണ് ആർഗ്യുമെൻ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു പൈത്തണിലെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. നമ്മൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഒന്നും സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 23, XYZ എന്നുള്ള ഒരു 2 ആർഗ്യുമെൻ്റ് കൊടുക്കാം. ഇവിടെ ക്യാച്ച് ചെയ്യുന്നതിനാണ് അതിന് എന്ത് പറയാം, A, B എന്ന് കൊടുക്കാം, പാരാമീറ്റർ എന്ന് പറയാം. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, A, B ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കെന്ത് കിട്ടും, 23 XYZ എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്ക് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നില്ലേ, ഇങ്ങനെ കൊടുക്കുന്നതിനാണ് നമുക്ക് എന്ത് പറയാമെന്നറിയാം, ഇതിനാണ് നമ്മൾ പൊസിഷണൽ ആർഗ്യുമെൻ്റ് എന്ന് പറയാം. ഓക്കെ, ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കാനും ഇതിന് വകുപ്പുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ
ഇപ്പം എ കോമ ബി എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനിൽ നമ്മളിപ്പം ഇത് 2 ആർഗ്യുമെൻറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ നമ്മളിവിടെ ഒരു ആർഗ്യുമെൻറ്റ് കൊടുക്കുന്നുള്ളൂ എന്ന് വെച്ചോ, എന്താ സംഭവിക്കുക? അതായത് കോഡ് എറർ അടിക്കും. എന്താ പറയുന്നത്? ഫംഗ്ഷൻ നെയിം, അതായത് 1 മിസ്സിങ് റിക്വയർഡ് പൊസിഷനിൽ ആർഗ്യുമെൻറ്റ് ബി എന്നുള്ള സംഭവം നമ്മൾ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ബി കൊടുക്കണ്ടെന്ന് തന്നെ വിചാരിച്ചോ ഫംഗ്ഷൻ്റെ ഉള്ളിൽ. അപ്പം നമുക്ക് ഇവിടെ ഇന്നൊരു ഡിഫോൾട്ട് വാല്യൂ നമുക്ക് വേണമെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബി എന്നുള്ളത് നമുക്കൊരു ABC എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം അവിടെ. ഈ ഒരു കേസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു വാല്യൂ ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. കണ്ടോ, അതായത് 23 ABC നമുക്ക് കിട്ടി അവിടെ. അതായത് നമ്മളിവിടെ ഒന്നും അങ്ങോട്ടൊന്നും പാസ് ചെയ്തിട്ടില്ല, പക്ഷേ ഡിഫോൾട്ടായിട്ട് ഇവിടെ വരുന്ന ആർഗ്യുമെൻ്റാണ് എടുത്ത് പ്രിൻ്റ് ചെയ്തത്. ഇനി നമുക്ക് ഡിഫോൾട്ട് വേണ്ട, നമുക്ക് ഇവിടെ കൊടുക്കണം എന്ന് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ XYZ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് ഒഴിവാക്കിയിട്ട് നമ്മളുടെ XYZ തന്നെ ആയിരിക്കും ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നമ്മൾ കൊടുക്കുന്നതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് പൈത്തണിൽ ഫംഗ്ഷനിൽ എങ്ങനെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, സാധാരണ രീതിക്ക് നമ്മൾ എന്താ ചെയ്യുക? ഏതൊരു ലാംഗ്വേജിലാണെങ്കിലും നമ്മൾ റിട്ടേൺ ബൈ വാല്യൂ, റിട്ടേൺ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട് ഫംഗ്ഷന് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ അതേമാതിരി നമുക്ക് റിട്ടേൺ എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുത്താൽ ഇതെന്താ ചെയ്യുക? അപ്പോൾ നമ്മളൊരു 2345 എന്ന് കൊടുത്തെന്ന് വെച്ചോ. ഓക്കെ, ഇനി Z = A+B എന്ന് പറഞ്ഞു കൊടുത്തു. നമ്മൾ സെഡ് റിട്ടേൺ ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒന്നും പ്രിൻ്റ് ചെയ്യുന്നില്ല അല്ലേ, ഒന്നും പ്രിൻ്റ് ചെയ്യുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം? ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് കൂടെ നമുക്ക് Z എന്നുള്ളത് നമുക്കിവിടെ ക്യാച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രിൻ്റ് Z കൊടുത്തോ. ഓക്കെ, അപ്പോൾ Z A-ൻ്റെയും B-ൻ്റെയും സമ്മായിട്ട് റിട്ടേൺ ചെയ്തിട്ട് ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് വേറൊരു അധിക ലാംഗ്വേജിൽ കമ്പൈലർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജിൽ അധികം വർക്ക് ചെയ്യാത്തൊരു സംഭവമാണ്. അതായത് നമുക്ക് റിട്ടേണിന് മൾട്ടിപ്പിൾ സംഭവങ്ങൾ, മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്പ്, മൾട്ടിപ്പിൾ വേരിയബിൾസ് ഒക്കെ നമുക്ക് പൈത്തണിൻ്റെ ഒരു ഫംഗ്ഷനകത്ത് നിന്ന് റിട്ടേൺ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് Z, A, B ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. കണ്ടോ, അതായത് നമ്മൾ സിയിലൊക്കെ ഇങ്ങനെ എഴുതിയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? നമുക്കിത് എറർ അടിക്കും. കാരണം റിട്ടേൺ ഒരിക്കലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ വേരിയബിൾ സെപ്പറേറ്റഡ് ആയിട്ട് എഴുതിയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല സിയിലൊന്നും. ഓക്കെ, പക്ഷേ പൈത്തണിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് മൾട്ടിപ്പിൾ സാധനങ്ങൾ റിട്ടേൺ ചെയ്യാം. പക്ഷേ മൾട്ടിപ്പിൾ സംഭവങ്ങൾ റിട്ടേൺ ചെയ്താൽ അത് ഏത് ഫോർമാറ്റിലാണ് അത് വർക്കാവുന്നത്? അതായത് അതൊരു ടുപ്പിളായിട്ടാണ് റിട്ടേൺ ആവുന്നത്. കണ്ടോ, അതായത് നമുക്ക് ടുപ്പിളിൻ്റെ എന്താ ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ടുപ്പിളായിട്ടാണ് നമുക്ക് ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ വേരിയബിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റ ടൈപ്പോ ഉണ്ടെങ്കിൽ റിട്ടേൺ ആവുക ടുപ്പിളായിട്ടാണ്. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫോർ ലൂപ്പ് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ടുപ്പിളാക്കിയിട്ട്. അല്ലെങ്കിൽ ടുപ്പിളിനെ ലിസ്റ്റാക്കാം, നമ്മളന്ന് പറഞ്ഞ ടൈപ്പ് കൺവേർഷൻ വെച്ചിട്ട് ലിസ്റ്റാക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? for I in Z പ്രിൻ്റ് I കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് ഓരോന്നോരോന്നായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ വേരിയബിൾ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് പൈത്തണിലല്ല, നമുക്ക് സിയിലും എല്ലാ ജാവയിലും ഒക്കെ വേരിയബിൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ വേരിയബിൾ ആർഗ്യുമെൻ്റ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം നമുക്കറിയില്ല എത്ര ആർഗ്യുമെൻറ്റിന് നമുക്ക് ഈ ഒരു ഫംഗ്ഷനിലേക്ക് വരുമെന്നുള്ളത്. അതായത് ആർഗ്യുമെൻറ്റ്സ് ഡൈനാമിക് ആണ്. അത് നമ്മളിപ്പോൾ ഒരു 23 ഇവിടുന്ന് പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ 23 എന്തിനാണ് കറസ്പോണ്ട് ചെയ്യുക? എക്ക് കറസ്പോണ്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഒരു സ്റ്റാർ ആർഗവി എന്നുള്ളൊരു സാധനം കൊടുത്തു വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രിൻ്റ് എ കൊടുക്കാം അവിടെ. ഓക്കെ, ഇത് നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 23 കിട്ടും. ഇനി നമുക്ക് 23, 45, 56,
56,63 അങ്ങനെ കൊടുക്കാം. അപ്പോൾ കൊടുത്താൽ എററൊന്നുമില്ല, പക്ഷെ നമ്മളൊന്നും പ്രിൻ്റ് ചെയ്തിട്ടില്ല അവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പ്രിൻ്റ് ആർഗ്വി എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമ്മളിവിടെ കൊടുത്ത അത്രയും ആർഗ്യുമെൻറ്റ്സ് നമുക്കിവിടെ ആർഗ്വിയിൽ ടപ്പിളായിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. കണ്ടോ, അതായത് നമുക്ക് അറിയില്ല, നമുക്ക് ഇനി ഭാവിയിൽ ഫംഗ്ഷനിൽ എത്ര ആർഗ്യുമെൻറ്റ് കൊടുക്കേണ്ടി വരുമെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വേരിയബിൾ ആർഗ്യുമെൻറ്റ്സ് നമുക്ക് എഴുതാൻ പറ്റും ഫംഗ്ഷനിൽ. ഓക്കെ, അടുത്ത ഒരു ടോപ്പിക്കാണ് നമുക്ക് നെയിം സ്പേസ് എന്ന് പറഞ്ഞാൽ. അതായത് നെയിം സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് സിയിൽ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതായത് ഓട്ടോ വേരിയബിൾ, സ്റ്റാറ്റിക് വേരിയബിൾ, അതുപോലെ തന്നെ ഗ്ലോബൽ വേരിയബിൾ എന്താണെന്നൊക്കെ ചിലപ്പം ചോദിക്കാറുണ്ട് ആൾക്കാർ. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ പൈത്തണിൽ എങ്ങനെ അതിൻ്റെ നെയിം സ്പേസ് എങ്ങനെ വരികയെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു x=10 ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ഒരു എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷന് അതിന് ലോക്കലാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ പ്രിൻ്റ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, അപ്പോൾ ഈ ഒരു പ്രിൻ്റ് എക്സ് എന്ന് പറഞ്ഞാൽ സംഭവിക്കും, പ്രിൻ്റ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സ് പ്രിൻ്റ് ആവും, 10 പ്രിൻ്റ് ആവും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു എക്സ് ഡിക്ലെയർ ചെയ്തു, നമുക്കിവിടെ പ്രിൻ്റ് എക്സ് ഉപയോഗിക്കാൻ പറ്റുമോ, ഇല്ല, കാരണം എക്സ് ഇവിടെ ഡിഫൈൻഡ് അല്ല എന്നാണ് പറയുന്നത്. ഈവൻ ദോ നമ്മൾ ഈ ഫയലിൽ എക്സ് ഡിഫൈൻഡ് ആണെങ്കിലും എക്സ് ഇവിടെ ഡിഫൈൻഡ് അല്ല. കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷന് ലോക്കലാണ്, ഇതിൻ്റെ ലോക്കൽ വേരിയബിളാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളൊരു നേരെ തിരിച്ചിട്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു എക്സ് ഇവിടെ x=20 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം, എക്സ്. ഓക്കെ, x20 എന്ന് പറഞ്ഞിട്ട് എഴുതി. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ നോക്കുകയാണ്. ആദ്യം 20 വന്നു, അതായത് പുറത്തുള്ളത് പ്രിൻ്റായി. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ പ്രിൻ്റാണ് ആദ്യം ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് ലോക്കൽ വേരിയബിൾ എക്സ് റെഫറൻസ് ബിഫോർ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അല്ലേ. ഓക്കെ, അപ്പം ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഈ ഒരു ഫംഗ്ഷനകത്ത് നമുക്കറിയില്ല എന്താണ് എക്സ് എന്നുള്ളത്, നമുക്കറിയില്ല. ഓക്കെ, ഇവിടെ നമുക്ക് അറിയില്ല എന്താ എക്സ്. നമ്മൾ ഇവിടെ പുറത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇതിനറിയില്ല എന്താ സംഭവം. കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ എഴുതി വിചാരിച്ചോ, x=20 മുകളിൽ എഴുതി വിചാരിച്ചോ, പക്ഷെ എന്നാലും ഈ ഒരു ഫംഗ്ഷന് അറിയില്ല ഈ എക്സ് എന്താണെന്ന്. അപ്പോൾ അതിന് നമ്മളൊരു കീവേഡ് ഉപയോഗിക്കും. ആ ഒരു കീവേഡാണ് ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു കീവേഡ്. ഓക്കെ, ഗ്ലോബൽ എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇത് ആദ്യം എക്സ് പ്രിൻ്റ് ചെയ്യാൻ പറയുന്നതിന് മുന്നേ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, അത് ഗ്ലോബലി എവിടെയോ കിടപ്പുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റർപ്രറ്റർ അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനി പ്രിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, അതായത് ഇവിടത്തെ കിട്ടി, നമ്മൾ 20 കിട്ടി. അപ്പോൾ ഈ ഒരു ഇനി പ്രിൻ്റ് ചെയ്യാനുള്ളൊരു എക്സ് എന്ന് പറയുന്നത് ഗ്ലോബലായിട്ടുള്ള 20 ആണെന്ന് ഇതിന് മനസ്സിലായി. x10 ആയി, കുഴപ്പമില്ല. അപ്പോൾ ഇത് ലോക്കൽ സ്കോപ്പിലാണ് x10 ആയത്. പക്ഷേ ഇവിടെ കിടക്കുന്നത് ഗ്ലോബൽ സ്കോപ്പിലുള്ള ഈ എക്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയും എക്സ് എന്ത് പറയുന്നത് 20 എന്ന് പ്രിൻ്റ് ആയത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നെയിം സ്പേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. അടുത്ത ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് പൈത്തണിൽ മൊഡ്യൂൾസ് ആൻഡ് ലൈബ്രറീസ് എന്താണെന്നുള്ളത്. അപ്പം മൊഡ്യൂൾസ് എന്താണ്, ലൈബ്രറി എന്താണ് എന്നുള്ളത് നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിലും അതുപോലെ തന്നെ സിയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സിയിലാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ #include stdio.h എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതും അല്ലേ. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് പുറത്തുള്ളൊരു ലൈബ്രറി, അതായത് നമുക്ക് വേണമെങ്കിൽ 2 ടൈപ്പ് ഓഫ് ലൈബ്രറീസ് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ലൈബ്രറീസും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ലൈബ്രറീസും യൂസ് ചെയ്യാം. ഓക്കെ, പ്രീ ഡിഫൈൻഡ് ആയിട്ട് പൈത്തണിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് വരുന്ന കുറച്ച് ലൈബ്രറീസ് ഉണ്ട്. അതായത് നമ്മൾ ആദ്യത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞ സിസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, ഇമ്പോർട്ട് സിസ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനാണ് നമ്മൾ കമാൻഡ് ലൈനിൽ കൊടുത്ത ആർഗ്യുമെൻറ്റ്സ് എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ ഉള്ളത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് പാക്കേജസ് അതുപോലെ തന്നെ മൊഡ്യൂൾസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ഉള്ളൊരു കമാൻഡാണ് എന്ത്,
ഇമ്പോർട്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇമ്പോർട്ട് സിസ് എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂളുണ്ട്. അതുപോലെ തന്നെ വേറെ കുറേ മൊഡ്യൂൾസ് ഉണ്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേറൊരു മൊഡ്യൂൾ എന്ന് പറയുന്നത് മാത്ത് എന്ന് പറഞ്ഞ മൊഡ്യൂളുണ്ട്. ഇതിൽ മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു വിധപ്പെട്ട ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു മൊഡ്യൂളാണിത്. അപ്പോൾ മാത്ത് എന്നുള്ള മൊഡ്യൂളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെൽപ്പ് കൂടാതെ തന്നെ DIR എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്തേക്ക് നമുക്ക് മാത്ത് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, തൽക്കാലം ഞാൻ ഇതൊക്കെ റിമൂവ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ മാത്ത് എന്നുള്ളത് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സോറി ഇത് പ്രിൻ്റ് ചെയ്യണം നമ്മൾ. കണ്ടോ, ഇത്രയും സംഭവങ്ങൾ നമുക്ക് മാത്ത് എന്നുള്ളൊരു മൊഡ്യൂൾ വെച്ച് ചെയ്യാൻ പറ്റും. POW കണ്ടോ, പവർ ഓഫ്, റേഡിയന്, അതേമാതിരി ഈസ് നാന്, സ്ക്വയർ റൂട്ട് ആണോ, എവിടെ പോയി, പൈൻ്റെ വാല്യൂ, മോഡ്, ലോഗ്, അങ്ങനത്തെ മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരുപാട് ഓപ്പറേഷൻ, കോസ് എച്ച്, ടാൻ എച്ച്, സൈൻ എച്ച്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മാത്ത് മൊഡ്യൂളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു മാത്ത് മൊഡ്യൂൾ ഇപ്പോൾ ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന എല്ലാ ഫങ്ഷൻസും മെത്തേഡുകളും ഒക്കെ ഈ ഒരു ഫയലിനകത്ത് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ വെറുതെ ഈ ഒരു കോഡൊക്കെ വെറുതെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നമുക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു പൈ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പൈ എന്ന് പറഞ്ഞാൽ പൈൻ്റെ വാല്യൂ, അതായത് 3.14 ഇല്ല നമ്മൾ പണ്ട് പഠിച്ച ആ ഒരു വാല്യൂ ആണത്. അപ്പോൾ ഈ ഒരു പൈ മാത്രം നമുക്ക് ഇതിനകത്ത് മതി എന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് മാത്ത് കൊടുത്തിട്ട് നമുക്ക് math.py എന്നടിക്കാം. math.py എന്നടിക്കാം. ഇതെന്ത് ചെയ്യും, പൈൻ്റെ വാല്യൂ പ്രിൻ്റ് ആവും. അല്ലെങ്കിൽ നമുക്ക് പൈ മാത്രം എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഫ്രം മാത്ത് ഇമ്പോർട്ട് പൈ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമുക്ക് math.py എന്ന് വിളിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് പൈ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, പൈൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ പ്രിൻ്റായി. ഓക്കെ, ഇനി നമുക്ക് പൈക്ക് വേറൊരു ഏലിയാസ് നെയിം കൊടുക്കണം എന്ന് വെച്ചാൽ, ഇതിപ്പോൾ ചിലപ്പോൾ നമുക്ക് ചില മൊഡ്യൂളിനകത്ത് ചില ഇമ്പോർട്ട് ചെയ്ത ഫംഗ്ഷനോ മെത്തേഡിൻ്റെ നെയിമോ ഒക്കെ ഒരു എന്താ പറയുക, ഇപ്പം ടെൻസർ ഫ്ലോ ഒക്കെ ആണെങ്കിൽ ടെൻസർ ഫ്ലോ എന്നൊക്കെ ഓരോ പ്രാവശ്യം നമ്മൾ അടിച്ചുണ്ടാക്കണം അല്ലേ. ഇത് പയ്യനെ കൊണ്ട് 2 അക്ഷരമേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനൊരു ഏലിയാസ് ആയിട്ട് കൊടുക്കാം, നമുക്ക് ഒരു വേറൊരു നെയിം കൊടുക്കാം. അപ്പോൾ ഈ പൈക്ക് അപ്പം ഈ ഒരു PIEFJIJ അങ്ങനെ കുറേ ഒരു 10-20 വേർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഷോർട്ടാക്കിയിട്ട് വേണമെങ്കിൽ 2 വേർഡിലോ 1 വേർഡിലോ ഒക്കെ ഒതുക്കാൻ പറ്റും. അപ്പോൾ ആസ് എന്നുള്ളതാണ് അതിനുള്ളൊരു കീവേഡ്, P കൊടുക്കാം. ഇനി നമുക്ക് എന്താ ഇതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ പൈ അടിച്ചാൽ കിട്ടുമല്ലോ. ഇനി P ആണ്. കണ്ടോ, P എന്നുള്ളത് ഇപ്പോൾ പൈൻ്റെ വാല്യൂ ആയിട്ട് മാറി. ഇത് നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മൊഡ്യൂൾസാണ് പറഞ്ഞത്. ഇനി യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള മൊഡ്യൂൾ എങ്ങനെ എഴുതും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനായിട്ട് രണ്ട് ഫയൽ എഴുതാം. ഓക്കെ, 2 ഫയൽസ് നമുക്ക് എഴുതാം. ഇത് നമുക്കൊരു ആപ്പ് എന്നുള്ളൊരു ഫയലാക്കാം. ഇത് നമുക്ക് മെയിൻ ആക്കാം. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ഓപ്പൺ ചെയ്തു. എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മളിവിടെ ഈ ഒരു ആപ്പിനകത്ത് നമ്മൾ പ്രിൻ്റ് ഹലോ എന്ന് മാത്രം നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്കൊരു വേരിയബിളൊക്കെ ഉണ്ടാക്കാം. അവിടെ var 1 = 25 എന്ന് കൊടുക്കാം. ഓക്കെ, ഒരു ഫങ്ഷൻ കൊടുക്കാം വേണമെങ്കിൽ ഡെഫ് എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു പ്രിൻ്റ് മാത്രം കൊടുക്കുന്നുണ്ട്, ഹായ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ സേവ് ചെയ്തു. ഇനി മെയിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഒരു var എന്നുള്ളൊരിത് കൊടുക്കാം. അതിൽ ഞാനൊരു 10 കൊടുത്തു. നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ ഓപ്പറേഷനും മെയിനകത്ത് ചെയ്യാമെന്ന് വിചാരിച്ചോ. പ്രിൻ്റ്
ഇൻ മെയിൻ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താക്കാം, നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ആദ്യം മെയിൻ നോക്കാം. ഓക്കെ, ഇനി ആപ്പ് നോക്കാം. ഓക്കെ, അപ്പോൾ രണ്ടും വർക്കാവുന്നുണ്ട്. ഇനി ആപ്പിനെ നമുക്ക് മെയിനകത്തേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ആപ്പ് എന്ന് എഴുതാം. app.py എഴുതരുത് കേട്ടോ, ആപ്പ് എന്ന് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ആപ്പല്ല, സോറി, മെയിൻ റൺ ചെയ്താൽ കണ്ടോ. ഇപ്പം നേരത്തെ മെയിൻ റൺ ചെയ്താൽ ഇൻ മെയിൻ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. ഇപ്പോൾ ഹലോയും ഇൻ മെയിനും കിട്ടി. ഈ ആപ്പിനകത്ത് എന്താ, വെറുതെ ഒരു പ്രിൻ്റ് ഹലോ പുറത്തുണ്ട്, അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യാം അവിടെ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരത്തെ ഉപയോഗിച്ച പോലെ തന്നെ ഫ്രം ആപ്പ് ഇമ്പോർട്ട്, നമുക്കിപ്പോൾ ഈ ഒരു വേരിയബിൾ മാത്രം ആപ്പിൻ്റെ അകത്ത് നിന്ന് മതി എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഒരു var1 മാത്രം ഇമ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി പ്രിൻ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ var1 പ്രിൻ്റ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ എന്തായി, ഹലോ വന്നു, ഇൻമെയിൻ വന്നു, var1 വാല്യൂ നമുക്ക് എന്ത് ചെയ്ത് ഇവിടെ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, അതായത് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ app.var1 എന്ന് എഴുതാം ഇവിടെ. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ ആപ്പിനെ വിളിക്കുന്നുണ്ട്, അപ്പോൾ ആപ്പിൻ്റെ ഉള്ളിൽ var1 ഉണ്ട്, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, നമുക്ക് ഫ്രം ആപ്പ് ഇമ്പോർട്ട് var1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് ആപ്പ് ഡോട്ട് കണ്ടോ, ഇങ്ങനെ എഴുതുമ്പോൾ എന്താ വെച്ചാൽ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ, ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ വിളിക്കുന്നത്. ഇപ്പം എന്താ സംഭവിച്ചത് നമുക്ക്, അതായത് ഹായ് എന്നുള്ളൊരു സംഭവം കൂടെ നമുക്ക് വന്നു. കണ്ടോ, ഇതിനകത്ത് ആപ്പിൻ്റെ ഉള്ളിൽ fun1 വിളിച്ചപ്പോൾ നമുക്ക് ഹായ് കിട്ടി നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ആപ്പിൻ്റെ ഉള്ളിൽ എല്ലാം വിളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ആപ്പ് എടുത്തിട്ട് ഓരോന്ന് ഇമ്പോർട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഫ്രം ആപ്പ് ഇമ്പോർട്ട് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അങ്ങനെ അതിൻ്റെ അർത്ഥം എന്താ, ആപ്പിൻ്റെ ഉള്ളിലെ എല്ലാ വേരിയബിൾസിനെയും ഫംഗ്ഷനെയും ഒക്കെ ഈ ഒരു ഫയലിനകത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് അതിനർത്ഥം. ഓക്കെ, വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഈ ഒരു ആപ്പ് എന്നുള്ളൊരു നമ്മൾ എഴുതിയൊരു ഫയലുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡയറക്ടറിനകത്ത് ഇല്ല എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എഴുതിയ ഡയറക്ടറി സെയിം ഡയറക്ടറി ആയതുകൊണ്ടാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഡയറക്ടറിനകത്ത് ഇല്ലെങ്കിൽ ആദ്യം പൈത്തൺ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു ആപ്പ് എന്നുള്ള ഈ ഒരു ഫയൽ സെയിം ഡയറക്ടറിയിൽ ഉണ്ടോ എന്ന് നോക്കും. ഇനിയിപ്പോൾ സെയിം ഡയറക്ടറിയിൽ ഇല്ല എന്നാണെങ്കിൽ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു പൈത്തണിൻ്റെ പ്രീഡിഫൈൻഡ് ആയിട്ട് ലൈബ്രറീസ് ഒക്കെ വരുന്ന പാത്ത് ഉണ്ട്. #user local lib പൈത്തൺ, ഈ ഒരു കേസിൽ 3.8 3.5 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഡയറക്ടറിയിലാണ് ഡിഫോൾട്ടായിട്ടുള്ള പൈത്തണിൻ്റെ ലൈബ്രറീസ് ഒക്കെ ഉണ്ടാവുക. അപ്പം ഈ ഒരു ആപ്പ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ നമുക്ക് സെയിം ഡയറക്ടറിയിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ ഒരു പൈത്തണിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ലൈബ്രറി ഡയറക്ടറിയിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ കോൺസെപ്റ്റുകളും ഫങ്ഷൻസിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നമ്മൾ സെഷൻ 5 ആയിട്ട് നാളെ വരും. അപ്പോൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ബൈ.